കരിമ്പിൻ ജ്യൂസ് കേട്ടോ. കരിമ്പിൻ ജ്യൂസിൽ ഒന്നൊന്നല്ല, ഏകദേശം ഒരു 15ഓളം വെറൈറ്റി ഉണ്ട് അല്ലേ. ഞാനിപ്പോൾ കുടിച്ച് കരിമ്പ്, നെല്ലിക്ക, കാന്താരി, അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു എരിവുണ്ട്. നെല്ലിക്ക, കാന്താരി കൂടി ഇട്ടിട്ട് അതിനിപ്പോൾ കരിവിൻ്റെ പരം അതൊരു എരിവ് ടേസ്റ്റാണ്. പിന്നെ വരുന്നത് ഇവരുടെ സി എം ജ്യൂസിൻ്റെ ഒരു സ്പെഷ്യലാണ്. ഇതിൽ ഇവരുടെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടല്ലേ, ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കരിമ്പിൻ്റെ ടേസ്റ്റും അതുപോലെ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് ഇവരുടെ കരിമ്പ് സ്പെഷ്യൽ. കരിമ്പ് ജ്യൂസ് സാധാ സ്പെഷ്യലായിട്ട് പുതിനയൊക്കെ ഇട്ടിട്ടുള്ള അതൊരു വേറെ വെറൈറ്റി. പിന്നെ ഇപ്പോൾ ഇവരെ വേറൊരു വെറൈറ്റി ഇറക്കിയെന്ന് പറഞ്ഞാൽ ഇതാ നോക്കിയാൽ കരിമ്പിൻ ജ്യൂസ് അവിൽ ഷേക്ക്, നട്ട്സും അവിലും പിന്നെ പൊരിയും പിന്നെ ഇതൊക്കെ ഇട്ടിട്ടുള്ള കരിമ്പിൻ ജ്യൂസ് അവിൽ ഷേക്ക്, അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടാ എല്ലാ മിക്സ് നട്ട്സ് ഒക്കെ ഇട്ടിട്ടാ കരിമ്പിൻ ജ്യൂസ് അവിൽ ഷേക്ക് ഞങ്ങൾ കുടിച്ചോട്ടെ. ബിസ്മില്ല. ആ കരിമ്പിൻ ജ്യൂസിൻ്റെ ആ ടേസ്റ്റും പിന്നെ അവിലും അതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് കരിമ്പിൻ ജ്യൂസ് അവിൽ ഷേക്ക്. കരിമ്പിൻ ജ്യൂസ് നെല്ലിക്ക കാന്താരി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ചെറിയ എരിവും മധുരമായിട്ട് അതൊന്ന് ട്രൈ ചെയ്തേക്കോ. നിങ്ങളെ എത്ര വെറൈറ്റീസാണ് ടോട്ടലുള്ള? 15ന്റെ മുകളിൽ വെറൈറ്റീസ്. വെറൈറ്റി കുറച്ച് ഉണ്ടാവും, കുറച്ച് എഡ് ചെയ്യാം. അങ്ങനെ പിന്നെ എന്തെങ്കിലും കല്യാണ ഫംഗ്ഷനൊക്കെ അത് വേണമെങ്കിൽ അതും നിങ്ങൾ കല്യാണ ഫംഗ്ഷന് എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവരുടെ ലൊക്കേഷൻ വരുന്നത് മുണ്ടിയാട് അല്ലേ, ജുമാ മസ്ജിദിൻ്റെ പിന്നെ തൊട്ടടുത്ത് തന്നെയാണ്. ഈ ഒരു വാൻ ഉണ്ടാവും രാവിലെ 10 തൊട്ടിട്ട് വൈകുന്നേരം 6:30 വരെ അല്ലേ. ലൊക്കേഷൻ എന്തെങ്കിലും ആവശ്യമില്ല, താഴെ കോൺടാക്ട്സ് നമ്പർ മെൻഷൻ ചെയ്യുന്നത് അൽത്താഫിൻ്റെ, അതിൽ വിളിച്ചോളൂ കേട്ടോ.